അഡ്വക്കേറ്റ് രാംകുമാർ, അറസ്റ്റ് ചോദ്യം ചെയ്ത് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കുകയാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വിമർശനാത്മക ചോദ്യമുയർത്തിയത്. അവിടെ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനോട് ആരാഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള എല്ലാ പരിധികളും കടന്നതാണെന്നും കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചെന്നാണ് മാധ്യമ വാർത്തകളിൽ കണ്ടതെന്നും സുപ്രീം കോടതി മുമ്പും വിമർശിച്ചിരുന്നു. വളരെ ഗൗരവത്തോടെയല്ലേ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിൽ ഒരു സംശയം രേഖപ്പെടുത്തിയതും? വാസ്തവത്തിൽ ഓരോ കേരളീയനും ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സന്ദർഭമാണിത്. കേരളത്തിൽ നിന്ന് എത്രയോ ദൂരെ ഇരിക്കുന്ന ഡൽഹിയിലിരിക്കുന്ന ജഡ്ജിമാർക്ക് വരെ ഈ വികാരമുണ്ടായിട്ടും നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ വികാരം ഉണർത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയും തകർച്ചയാണ് ഈ ശബരിമല സംഭവം കാണിക്കുന്നത്. അവിടെ ബന്ധപ്പെട്ട എല്ലാവരും കിട്ടാവുന്നതൊക്കെ കൈയിട്ട് വാരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്, അധികാരസ്ഥാനീയരും അല്ലാത്തവരും. ഏറ്റവും സങ്കടം, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലും ഇതിൽ ബന്ധപ്പെട്ടു എന്ന് സൂചനകൾ ലഭിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദുഃഖകരമായ മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവുന്നത്. ചുരുക്കത്തിൽ ശബരിമല ഒരു സ്വർണ്ണ ഖനിയായി മാറിയിരിക്കുകയാണ്. കക്കാൻ തയ്യാറുള്ളവർക്ക് യാതൊരു മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാതെ കിട്ടുന്നതൊക്കെ കൈയിട്ട് വാരുക. കഴിഞ്ഞ ദിവസം വാർത്ത വന്നു, താൽക്കാലിക ശമ്പളക്കാർ ഭീമമായ സംഖ്യ വീടുകളിലേക്ക് അയക്കുന്നു. പണം എണ്ണുന്നതിൽ കൃത്യതയില്ല, അവിടെ വെച്ച് തന്നെ മോഷണം ആരംഭിക്കുന്നു. പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ പോലും സംശയത്തിൻ്റെ നിഴലിലാണ്. ചുരുക്കത്തിൽ സുപ്രീം കോടതി ചോദിച്ചത് ശരിയാ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഏതെങ്കിലും മേഖലയിൽ വ്യക്തമായ അപഹരണം നടക്കാത്തതുണ്ടോ എന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയെ കൊണ്ട് ചോദിപ്പിച്ചത് കേരളീയരായ നമുക്ക് ലജ്ജ തോന്നേണ്ട സ്ഥിതിവിശേഷമാണ്. അതൊക്കെ പോട്ടെ, ഇത് അന്വേഷിക്കുന്ന SIT പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും പലരെയും കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തിയെന്നും ഉൾപ്പെടുത്തിയവരൊക്കെ ജാമ്യം ലഭിക്കേണ്ട സൗകര്യം ഉണ്ടാക്കിയെന്നും SIT സംവിധാനം സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇത്രയും ഭീമമായ ഒരു കുറ്റകൃത്യം, ഭഗവാന്റെ മുതൽ കക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിട്ട് ഇവിടെ ആരും ഒരു പുരികം ചുളിക്കാൻ പോലും മുന്നോട്ട് വന്നിട്ടില്ല. ദൂരെ ഇരിക്കുന്ന സുപ്രീം കോടതി വേണ്ടി വന്നു ഇത് പറയാൻ. നമ്മുടെ ഹൈക്കോടതിയുടെ സമീപനവും സുപ്രീം കോടതിയുടെ സമീപനത്തിലും ഉള്ള വ്യത്യാസം ഇവിടെ വളരെ പ്രകടമാണ്. നമ്മുടെ ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് SITക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ SIT കാരണം കുറ്റം ചെയ്യപ്പെട്ട എല്ലാവരും ഇന്ന് ജയിലിൽ നിന്ന് പുറത്തായി. കാരണം സമയത്തിന് ചാർജ് കൊടുക്കാതെ നിയമപ്രകാരം അനുവദിച്ച ജാമ്യം ആസ്വദിച്ചുകൊണ്ട് എല്ലാ പ്രതികളും ഇന്ന് പുറത്താണ്. അവർ സാക്ഷികളെ സ്വാധീനിക്കും, തെളിവുകൾ നശിപ്പിക്കും, വീണ്ടും കക്കലിൽ ഏർപ്പെടും. ഇതൊക്കെയായിട്ടും ഇവരൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരും പുറത്താണ്. വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ്. കേരളത്തിൽ അന്യസംസ്ഥാനക്കാർ വന്ന് പണം ചൊരിയുന്നൊരു സ്ഥലമാണ് ശബരിമല. അല്ലാതെ ഇവിടെ സ്വന്തം പരിശ്രമം കൊണ്ട് ഒരു പെട്ടിക്കട പോലും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഭരണാധികാരികളാണ്. 5000 രൂപയുടെ പെട്ടിക്കട സൃഷ്ടിക്കാൻ സാധിക്കാത്ത ആളുകളാണ് വലിയ വലിയ വീമ്പുകൾ ഇറക്കുന്നത്. ശബരിമലയുടെ പേരിൽ കോടികൾ ചിലവാക്കി കൺവെൻഷനുകൾ നടത്തുകയും പ്രചരണം നടത്തുകയും അതിന് മുതലെടുക്കുകയും അതേസമയം അവിടുത്തെ ആചാരങ്ങൾ നശിപ്പിക്കാൻ പോലീസിനെ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ഉണ്ടായിട്ടും ഇവിടെ പൊതുജനത്തിൻ്റെ വികാരം ഇളകുന്നില്ല.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദൂരെ ഇരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ വികാരം ഇളകി. അവർ പത്രവാർത്തയും മാധ്യമ വാർത്തയും കണ്ടിട്ടാണ് പ്രതികരിക്കുന്നത്. നേരിട്ട് അറിയാവുന്ന കേരളീയരാരും പ്രതികരിക്കുന്നില്ല, പരിഹാരം ആർക്കുമില്ല. അപ്പോൾ ഈ മോഷണം ഇനിയും അനുസ്യൂതമായി തുടരും. എങ്ങനെയെങ്കിലും ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥാനങ്ങൾ കിട്ടിയാൽ അത് മുതലാക്കാനും, ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും അതിശയോക്തിയാണെന്ന് പറയരുത്, മണ്ഡലക്കാലവും മറ്റ് കാലവും കഴിഞ്ഞാൽ ചാക്കിലാണ് പൈസ ശബരിമല എന്ന് താഴേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത്. ആരാണെന്ന് എന്നോട് ചോദിക്കരുത്, ബന്ധപ്പെട്ട എല്ലാ ആളുകളും. ഇത് പരസ്യമായി നടക്കുന്നതാണ്. ഇത്രയും കാലമായിട്ടും ഇതെല്ലാവരും അറിഞ്ഞിട്ടും ആരും ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല. കഴിഞ്ഞ തവണ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചില പ്രക്ഷോഭങ്ങൾ നടന്നു. പ്രക്ഷോഭം നടത്തിയതിനേക്കാൾ പ്രക്ഷോഭം കണ്ടവർക്കാണ് അതിൻ്റെ മെച്ചമുണ്ടായത്. വളരെ നിർഭാഗ്യകരമായി ഇതിന് തുനിഞ്ഞിറങ്ങുന്ന രാഷ്ട്രീയ കക്ഷികൾ ആലോചിക്കണം, എന്താണ് അവർക്ക് നേട്ടം, എന്ത് മെച്ചമുണ്ടായി. ജനങ്ങളെ പ്രബുദ്ധരാക്കുകയോ ഉത്ബുദ്ധരാക്കുകയോ ചെയ്യുന്നതിന് പകരം തുച്ഛമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ മെച്ചം തടിയനങ്ങാതെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കും. ലജ്ജിച്ച് തല താത്തണം ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം. വാസ്തവത്തിൽ മടുപ്പിക്കുന്ന വാർത്തകളാണ് എല്ലാ ദിവസവും ശബരിമലയിൽ നിന്ന് വരുന്നത്. യഥാർത്ഥ ഭക്തന്മാർ അങ്ങേയറ്റം ദുഃഖാകുലരാണ്. ഞാൻ ഒരു ഭക്തനാണെന്ന് അഭിമാനിക്കുന്ന ആളാണ്. എൻ്റെ മനസ്സ് വളരെ വളരെ പ്രക്ഷുബ്ധമാണ് ഇത് കാണുന്നതുകൊണ്ട്. ഇതുപോലെ ഈ വികാരം തന്നെയായിരിക്കും ഭൂരിപക്ഷം കേരളീയർക്കും ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭരണക്കാർക്കോ ജഡ്ജിമാർക്കോ പോലീസുകാർക്കോ നിർഭാഗ്യവശാൽ ഇത് മനസ്സിലാവുന്നില്ല.